ആണ്. ഹിഡൻ ലീഫ് വില്ലേജിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നതും. കഠിന പ്രയത്നത്തിലൂടെയും രാമനിലൂടെയാണ് ഞാൻ വളർന്നത്. എന്റെ വീട്ടുപേര് ഊസുമാക്കി. പക്ഷെ എന്നെ എല്ലാവർക്കും അറിയാവുന്നത് ഒരു ഭ്രാന്തൻ ചെറുക്കനെന്ന. ഒരു ഭ്രാന്തൻ ചെറുക്കനെന്നാ. അപ്പൊ നിനക്ക് ഒരു മാറ്റവും ഇല്ല അല്ലേ? അല്ല, നിങ്ങളിലും വലിയ മാറ്റമൊന്നും കാണാനില്ല. അങ്ങേർക്ക് ഇങ്ങനെ ഷിനോബികളുടെ മുമ്പിൽ ഇതുപോലെ തലയും കുറിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കുനിയാതിരിക്കേ ചെയ്യട്ടെ. പക്ഷെ നിന്നെ പോലൊരുത്തിന്റെ സുരക്ഷ ഏർപ്പാടാക്കാൻ എന്തായാലും എന്നെ കിട്ടില്ല. അങ്ങനെ ആവട്ടെ. അങ്ങനെ ഒരു സുരക്ഷ വേണമെങ്കിൽ തന്നെ എന്റെ മുട്ടോളം നീളമുള്ള കുള്ളന്മാരെ കൊണ്ടായിരിക്കില്ല ഞാൻ അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഞാനൊരു നിഞ്ചയാണ്. അത് മാത്രമല്ല, ഒരിക്കൽ ഞാനൊരു ഹൊക്കാഗെയാണ്. ഹൊക്കാഗെ വലിയ കാര്യമായി പോയി. ഞാൻ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് എനിക്ക് അറിയാലോ. കക്കാശി സെൻസയുടെ ശരിക്കുള്ള മുഖം. എന്താ നിന്റെ പ്രശ്നം? അതോർത്ത് വിഷമിക്കണ്ട. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളത് കാണും. എങ്ങനെയാണ് പൊട്ട ഞാൻ നിന്നോട് ചോദിച്ചത്? അതെ, ഒളിച്ചിരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്നുള്ളത് കാര്യമല്ല. നീ നിന്റെ ജുത്സു എല്ലാം മറന്നുപോയെന്നാണോ പറയുന്നത് സാക്കുറ? മറന്നു പോകുന്നത് നീയാണ്. അതൊക്കെ വീടെത്താൻ ഇനിയും ദൂരം പോണം. അവിടെയുള്ള എല്ലാവരും നമ്മളെ കാത്തിരിക്കുക. ഇതവൻ പറയുന്നത് സമ്മതിച്ചേ പറ്റൂ. നമ്മളിപ്പോ തിരികെ എത്താൻ നോക്കണ്ടേ? വില്ലേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ സുന്ദരികളായ സ്ത്രീകളും ഉണ്ട്. മാത്രമല്ല ഒരുമിച്ച് കുളിക്കാനും സമ്മതിക്കും. എടാ മണ്ട, ഒരു 2 മിനിറ്റ് നീ നിന്നിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തിൽ പെടില്ലായിരുന്നു. നീ എന്താ പറഞ്ഞേ? അതെ, നിർത്തത്. നോക്ക്, എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട കേട്ടോ. നിനക്ക് ആവശ്യമില്ല. എടാ മത്തങ്ങത്തലയാ. എന്റെ മനസ്സ് പറയുന്നത് നടുക്കത്തെ വാതിലാണെന്നാ. വേണ്ട, നിൽക്കൂ. എന്താ വേണ്ടത്? ഇത്തരം സാഹചര്യങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്.